തമിഴ്നാട്ടിൽ രാഷ്ട്രീയ അട്ടിമറിയിലൂടെ അധികാരത്തിലെത്തിയ വിജയ് തമിഴക വെട്രിക്കഴക സർക്കാരിന്റെ കന്നി ബജറ്റ് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസത്തിനും സാങ്കേതിക പരിശീലനത്തിനും യുവതലമുറയ്ക്കും വൻ മുൻഗണന നൽകുന്ന വിപ്ലവകരമായ പദ്ധതികളാണ് ധനമന്ത്രി എൻ മരി വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചത്. 2031 തമിഴ്നാടിനെ $1.5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനപ്രിയ പ്രഖ്യാപനങ്ങളും വികസന കാഴ്ചപ്പാടുകളും സമന്വയിപ്പിച്ചാണ് പുതിയ സർക്കാരിന്റെ ആദ്യ ധനകാര്യ പത്രിക പുറത്തുവിട്ടിരിക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ധനമന്ത്രി മരിയ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻ തുകയാണ് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന് 44,527 കോടി രൂപയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് 8,393 കോടി രൂപയും വകയിരുത്തി. 3,734 സർക്കാർ സ്കൂളുകൾ നവീകരിക്കുന്നതിനായി 300 കോടി രൂപ നീക്കിവെച്ചു. 10,000 സ്കൂളുകളിൽ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുന്ന സൂപ്പർ ക്ലീൻ സൂപ്പർ ക്യാമ്പസ് പദ്ധതിക്കായി 139 കോടി രൂപ അനുവദിച്ചു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനം ഉറപ്പാക്കാൻ ലാപ്ടോപ്പുകൾ നൽകുന്ന വെട്രി ലാപ്ടോപ്പ് പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ സൗജന്യ താമസവും പഠനവും നൽകുന്ന പെരുന്തലൈവൻ കാമരാജർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കായി 125 കോടി രൂപയും നീക്കിവെച്ചു. മധുരയിൽ പുതിയ സ്പെഷ്യൽ ലോ കോളേജുകളും 90 കോടി ചെലവിൽ 5 പുതിയ ITIകളും ആരംഭിക്കും. 12ാം ക്ലാസ് പരീക്ഷാ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം തിരികെ കൊണ്ടുവരണമെന്ന് ധനമന്ത്രി കേന്ദ്ര സർക്കാരിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കടം ഇരട്ടിയായ പശ്ചാത്തലത്തിൽ മദ്യ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തി 1000 കോടി രൂപയുടെ അധിക വരുമാനം കണ്ടെത്താനും ടെൻഡർ നടപടികൾ കൂടുതൽ സുതാര്യമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും സ്ത്രീകളുടെ സുരക്ഷയ്ക്കുള്ള ദ്രുത പ്രതികരണ സേനയും ഉൾപ്പെടെയുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഘട്ടം ഘട്ടങ്ങളായി നടപ്പിലാക്കുമെന്നും ബജറ്റിൽ ഉറപ്പു നൽകുന്നുണ്ട്. കൂടാതെ ഗർഭിണികൾക്കായി എല്ലാ ജില്ലകളിലും പരിചരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. സൗജന്യ ഭക്ഷണവും വൈദ്യസഹായവും നൽകും. ഇതിനായി 23 കോടി രൂപ പ്രഖ്യാപിച്ചു. നവവധുവിന് സർക്കാർ സമ്മാനം നൽകും. 1 പവൻ സ്വർണവും പട്ടുസാരിയുമാണ് സമ്മാനിക്കുക. 812 കോടിയാണ് ഇതിനായി വകയിരുത്തിയത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ തകരാർ പരിഹരിക്കാൻ പരിശീലിപ്പിക്കുന്ന പുതിയ പദ്ധതിയും പ്രഖ്യാപിച്ചു. 22,500 മെക്കാനിക്കുകൾക്ക് പരിശീലനം നൽകും. ഇതിനായി 3 കോടി രൂപ വകയിരുത്തി. ഈ ബജറ്റിൽ ഏറ്റവും വലിയ തുക മാറ്റിവെച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിനാണ്. 44,527 കോടി രൂപ. പള്ളി നിറവ് തിട്ടം പദ്ധതിയിലൂടെ 3,734 സർക്കാർ സ്കൂളുകൾ ആധുനികവൽക്കരിക്കാൻ 2,132 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി. ഇതിൽ ഈ സാമ്പത്തിക വർഷത്തേക്ക് 300 കോടി രൂപ വകയിരുത്തി. വിദ്യാഭ്യാസ രംഗത്തെ മറ്റ് പ്രഖ്യാപനങ്ങൾ: പുതിയ നിയമ കോളേജ് വരും. മധുരയിൽ 300 സീറ്റുള്ള പുതിയ സർക്കാർ നിയമ കോളേജ് സ്ഥാപിക്കും. സൂപ്പർ ക്ലീൻ സൂപ്പർ ക്യാമ്പസ് പദ്ധതിയിലൂടെ ശുചിത്വവും കുടിവെള്ള ലഭ്യത, സുരക്ഷ എന്നിവ ഉറപ്പാക്കാൻ ആദ്യഘട്ടത്തിൽ 10,000 സ്കൂളുകളെ ഉൾപ്പെടുത്തി ഈ പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 139 കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട്. മിടുക്കരായ വിദ്യാർത്ഥികൾക്കായി അത്യാധുനിക റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കും. ഇവിടെ താമസം, ഭക്ഷണം, യൂണിഫോം, ആരോഗ്യം എന്നിവ സൗജന്യമായിരിക്കും. ഇതിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 125 കോടി രൂപ മാറ്റിവെച്ചു. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്കായി 25 കോടി രൂപ വകയിരുത്തി. പുതിയ സൈക്കിൾ പദ്ധതി, പുതിയ പയനം, പുതിയ വേഗം പദ്ധതി വഴി 11ാം ക്ലാസ്സിലെ 5.3 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഹെൽമറ്റ്, വാട്ടർ ബോട്ടിൽ എന്നിവയടങ്ങുന്ന സൈക്കിളുകൾ നൽകാൻ 277 കോടി രൂപ അനുവദിച്ചു. സിനിമയിലെ അമാനുഷിക വിജയങ്ങൾക്ക് ശേഷം തമിഴ്നാടിന്റെ ഭരണം കൈയാളുന്ന വിജയ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന രേഖയായി മാറുകയാണ് ഈ ബജറ്റ്. കേവലം സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്ന പതിവ് ശൈലിയിൽ നിന്ന് മാറി വരും തലമുറയുടെ വിദ്യാഭ്യാസത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിലും നിക്ഷേപം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് മാത്രം 44,527 കോടി രൂപ മാറ്റിവെച്ചുകൊണ്ട് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിദ്യാഭ്യാസ ബജറ്റ് എന്ന പേരിൽ ഈ ആദ്യ ധനകാര്യ പ്ലാൻ ഇടം പിടിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.